ഞാൻ ജസ്റ്റ് ലാൻഡ് ചെയ്തു. ഇവിടുത്തെ എനിക്കിനി 3 മണിക്കൂർ ലേ ഓവർ ഉണ്ട് ഇവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു മണമില്ലേ, അതെനിക്ക് അടിച്ചു. അപ്പോൾ നമുക്കിനി അടുത്ത ഫ്ലൈറ്റിന് നോക്കാം. നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയതുകൊണ്ട് നമുക്കിവിടെ ജസ്റ്റ് കയറിയാൽ മതി. അധികം ക്യൂ ഒന്നുമില്ല കേട്ടോ. രാത്രി 2 മണിയല്ലേ, അപ്പോൾ അതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. നാട്ടിലെ ഒരു 9:30-10 മണിയാണ്. അതായത് ആംസ്റ്റർഡാമിൽ ഒരു 9:30-10 മണിയാണ്. ഇവിടെ ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിവിടെ കയറാം. അധികം തിരക്കൊന്നുമില്ല. പിന്നെ ഞാൻ നോക്കിക്കണ്ട് കയറി മെല്ലെ പോട്ടെ. ബെഡ് നമ്പർ 7 നമ്മുടെ ലഗേജ് കളക്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയിരുന്നു. ഇങ്ങോട്ടാണ് ലഗേജ് കളക്ട് ചെയ്തിട്ട് നമുക്കിനി നമ്മുടെ ഇവിടെ നിന്ന് എനിക്ക് വിസ്താരയാണ് ഉള്ളത്. അപ്പോൾ അത് രാവിലെ 4:45 ഇപ്പോൾ സമയം ഇവിടെ 1:45 ഉള്ളൂ. അപ്പോൾ നമുക്ക് സമയമുണ്ട്. ലോഞ്ച് എടുക്കണമെങ്കിൽ ലോഞ്ച് എടുക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാം. വിഷ്ണുവിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഫോളോ ചെയ്യാൻ. ഇവിടെ എത്തിയ ഉടനെ നമുക്ക് ലഗേജ് കളക്ട് ചെയ്യാൻ മുന്നേ നമ്മൾ ഈ ഒരു ഐറ്റം എടുത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം അതിൽ പ്രോപ്പറായി അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഒന്ന്. അപ്പോൾ അത് നമുക്ക് ഫോളോ ചെയ്യാം. ഇവിടെ ഞാൻ അത്യാവശ്യം നല്ല നേരം വെയിറ്റ് ചെയ്തായിരുന്നു. കുറേ നേരം എടുത്തതാണോ ലഗേജ് വരാൻ, അതോ ഞാൻ ഭയങ്കര ടയേർഡായിട്ട് ഭയങ്കര ഡ്രെയിൻഡ് ആയതുകൊണ്ട് കുറേ സമയം എടുത്തതുപോലെ തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. 3 പെട്ടി ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും അസിസ്റ്റൻസ് അറേഞ്ച് ചെയ്യണോ എന്നുള്ളത് വിഷ്ണുവിൻ്റെ അടുത്ത് കുറേ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട, ഇതൊരു ഈസി പ്രോസസ്സായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊരു തെറ്റായിരുന്നു കേട്ടോ. നല്ല ഡിഫിക്കൽട്ടായിരുന്നു ഓരോ ലഗേജും പൊക്കിയെടുത്ത് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഭയങ്കര ടയർഡാണല്ലോ ഓൾറെഡി. പിന്നെ ഡൊമസ്റ്റിക്കിലോട്ട് നടക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. മലയാളം സംസാരിക്കാത്ത ഹിന്ദി ആണെങ്കിൽ നമുക്ക് വശമില്ല. ഞാൻ കുറച്ചധികം പെട്ടു. ഇവിടെ ഇറങ്ങി രണ്ടാമതും എയർപോർട്ടിൽ കയറി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ സംഭവം കുറച്ച് ചടങ്ങായിരുന്നു. പക്ഷെ എന്നാലും നമ്മളെല്ലാ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി. ഒരു 3-4 തവണ സെക്യൂരിറ്റി ചെക്കിനിൽ പുറത്തും അകത്തും കയറി ഇറങ്ങേണ്ടി വന്നു. കാരണം നമ്മുടെ വ്ളോഗിങ് എക്യുപ്മെൻറ്റ്സ് കുറേ ഇരിക്കണില്ലേ ബാഗിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി കയറി ഇറങ്ങൽ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ ഗേറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ലോഞ്ചും കൊഞ്ചും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ സമയം 3:15 ആയിട്ടുണ്ട്. 4 മണിക്ക് നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു 1/4 മണിക്കൂർ എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഗേറ്റിലോട്ട് നടക്കാം. എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ കിട്ടിയാൽ നല്ലതായിരുന്നു. ദാഹിക്കുന്നുണ്ട്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ചെറിയ സീനിങ്ങിലും ഉണ്ടാവാതെ ഒരിക്കലും എൻ്റെ ട്രാവൽ കംപ്ലീറ്റ് ആവാറില്ല. ഇത്തവണ ഉണ്ടായത് എൻ്റെ ബാഗേജിൻ്റെ ടാഗ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് എൻ്റെ ലഗേജാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിന്ദിയിൽ എനിക്ക് ഇവിടെ കൺവിൻസ് ചെയ്യാൻ അറിയില്ല. ഈ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചതിന് 175 രൂപ. ശരിക്കും ഇത്ര ഉണ്ടോ എനിക്കറിഞ്ഞൂടാ. 175 rupees ഈ ഒരു 500 ml വെള്ളത്തിന്. ഞാൻ എന്തായാലും ഗേറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ പല കാര്യങ്ങളും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയാണോ ഞാൻ വിചാരിക്കണ പോലെയൊന്നുമല്ല. എനിക്ക് എപ്പോഴും പല പ്രശ്നങ്ങളും പറ്റിയ ഒരു തലവരെയാണ് ഞാൻ അങ്ങനെ കണക്കാക്കുന്നുള്ളൂ. എനിക്ക് നല്ല ചൊറിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിഷ്ണു എന്നെ വിളിച്ചത്. ഇൻ്റർനാഷണൽ കോൾ ഫ്രം ആംസ്റ്റർഡാം ടു ഡൽഹി. എൻ്റെ വായിലിരിക്കുന്ന മുഴുവൻ വിഷ്ണു കേട്ടിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോളൂ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 മണിക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. ഇപ്പോൾ 3:15 ഉള്ളൂ. 3:30 അപ്പോൾ ഞാൻ വെച്ചൊരു കോഫി കുടിക്കാം, ഉറക്കം കുറച്ച് മാറുമല്ലോ എന്ന്. നേരത്തെ കംപ്ലൈൻ്റ് ഒക്കെ എനിക്ക് മാറി കിട്ടി. എന്താണെന്നറിയോ, ഒരു സ്മോൾ ക്യാപ്ച്ചിനോ വാങ്ങിച്ചതിന് 351 രൂപയുടെ അടുത്താണ് കേട്ടോ ആയത്. ഞാൻ കേട്ടിട്ടുണ്ട് എയർപോർട്ടിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് എന്നുള്ളത്. പക്ഷേ ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് എനിക്ക് ഇത്രയധികം ഫ്ലൈറ്റ് എടുക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഒരുപാട് തവണ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ആംസ്റ്റർഡാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എയർപോർട്ട് ഇത്രയൊന്നും എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ പുറത്തുള്ള അതേ റേറ്റ് വേണമെങ്കിൽ 1-2 യൂറോ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇത് എയർപോർട്ടിലെ റേറ്റ് ആണോ അതോ പൊതുവെയുള്ള റേറ്റ് ആണോ എന്നുള്ളത് എനിക്കൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നമ്മൾ ആ ഒരു ക്യാപ്ച്ചിനോ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബോർഡിംഗ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഉണ്ടല്ലോ ഒരു 5 സെക്കൻഡ് പിന്നിലോട്ടാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഉറക്കം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു ദിവസമായില്ലേ ഉറങ്ങാതിരിക്കുന്നു. ഫ്ലൈറ്റിൽ നിന്നും ഞാൻ അധികമൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ടയർഡായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഒരു 3 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴല്ലോ നമ്മൾ എക്സ്ട്രാ കോൺഷ്യസ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യില്ലേ. പിന്നെ ആംസ്റ്റർഡാം ടു ഡൽഹി ഞാൻ ഉറങ്ങിയില്ലെങ്കിലും എൻ്റെ പ്ലാൻ ഡൽഹി ടു കൊച്ചിൻ ഞാൻ ഉറങ്ങുന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ കുറേ തവണ കണ്ണടച്ച് തല തിരിച്ചും മറച്ചും ഒക്കെ വെച്ചിട്ടും എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഫ്ലൈറ്റിൽ ഉറങ്ങാത്ത ഒരേ ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഒരുമാതിരി അവസ്ഥയായിട്ടുണ്ടായിരുന്നു. കാരണം ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്ത് ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു വൃത്തികെട്ട അവസ്ഥയാണ്. എന്തായാലും ആ അവസ്ഥയും എൻജോയ് ചെയ്തുകൊണ്ട് ഞാൻ കൊച്ചി വരെ ഇരുന്നു. നമ്മളങ്ങനെ കൊച്ചി എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ബാഗേജൊക്കെ കളക്ട് ചെയ്ത് പോട്ടെ.
ഈ ചുറ്റുമുള്ള ആൾക്കാർ പറയണതൊക്കെ മനസ്സിലാവണതേ വല്ലാത്തൊരു ഫീലാണ്. എല്ലാ തവണയും കൊച്ചി എത്തുമ്പോഴേക്ക് എൻ്റെ വ്ളോഗ് എടുക്കാനുള്ള ഗ്യാസൊക്കെ തീർന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇപ്പോഴേ ഞാൻ ഭയങ്കര ടയർഡായിട്ടുണ്ട്. ഇവിടെ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കഷ്ടപ്പാടായിരുന്നു ഇതെടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കാൻ. കാരണം ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ ടയർഡായിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്ന് അമ്മേനെയും അച്ഛനെയും കാണുന്നത് വീഡിയോ എടുക്കാനായിരുന്നു ഇൻസ്റ്റാ 360 ഒക്കെ വാങ്ങിയത്. പക്ഷേ ഉപയോഗിച്ച് പരിചയമില്ലാത്തത് കാരണം തൽക്കാലം പുറത്തെടുക്കണമെന്ന് വിചാരിച്ചു. തൽക്കാലം നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്ത രംഗങ്ങൾ കാണാം. ഇങ്ങനെ ലഗേജൊക്കെ വെച്ച് പുറത്തെത്തുമ്പോഴൊക്കെ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ. പക്ഷേ ഉണ്ടായിരുന്നില്ല. അവർ പാർക്കിംഗ് വരെ എത്തിയിട്ടേ ഉള്ളൂ. അച്ഛനും അമ്മയും ജസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കാറായിട്ട് തന്നെ ഇങ്ങോട്ട് വരാം, പാർക്ക് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. ജലദോഷം പിടിച്ചു. ഇത് ശരിക്കും ഇപ്പോൾ ആംസ്റ്റർഡാമിൽ 4:30 സമയം. അതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. 2-3 ദിവസം എടുക്കുന്ന സെറ്റാവാൻ. എന്നാലും അധികം ഉണ്ടാവില്ല കേട്ടോ, കാരണം 3.5 മണിക്കൂർ വ്യത്യാസമല്ലേ ഉള്ളൂ. പക്ഷെ 4:30 എന്നൊക്കെ പറയുന്നത് ഭയങ്കര പീക്ക് ടൈമല്ല ഉറങ്ങുന്നതിൻ്റെ. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാനിതാ എൻ്റെ മാതാശ്രീനിയും പിതാശ്രീനിയും കണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് അധികം എക്സ്പ്രഷനൊന്നും നിങ്ങൾ ആരും എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്നെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ ഞാൻ വളാഞ്ചേരി പോയിട്ട് ഒരു മീൻ വാങ്ങി തിരിച്ചു വന്നാലുള്ള എക്സ്പ്രഷൻ തന്നെയാണ് 1.5 കൊല്ലത്തിന് ശേഷം 2 കൊല്ലത്തിന് ശേഷം കണ്ടാലും അമ്മയും അച്ഛനും തരുള്ളൂ. അച്ഛനാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് കണ്ടുല്ലോ എന്നുള്ളൊരു ഇമോഷൻ തരിക. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചിരിക്കും, മനസ്സ് നിറയെ സന്തോഷം ഉണ്ടായിരിക്കും. പൊതുവേ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആരും അധികം എക്സ്പ്രസീവ് അല്ല കേട്ടോ. ഞാനും പറയാറില്ലേ എൻ്റെ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ വളരെ വീക്കായിരുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ മാരേജിന് ശേഷമാണ് കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആയാൽ ഓക്കെ ആണ് എന്നത് ഞാൻ മനസ്സിലാക്കി എക്സ്പ്രസീവായി തുടങ്ങിയത്. എന്തായാലും അമ്മേനെയും അച്ഛനെയും കണ്ടതിൽ എനിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ അവസ്ഥ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ കിളി പോയ അവസ്ഥയാണ്. അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് നേരെ പോയി എവിടെന്നെങ്കിലും കുറച്ച് ഫുഡ് കഴിക്കാം, അതിനുശേഷം എന്നോട് ഫുള്ളായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാൻ. നമ്മൾ നേരെ പോകുന്നത് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ സൽക്കാരം ഉണ്ട് കേട്ടോ. കുറച്ച് കാലത്തിന് ശേഷം കണ്ട അച്ഛൻ എന്ത് തോന്നണം? പെട്ടികളാ കണ്ടത്. അമ്മക്ക് എന്താ തോന്നണ? ഞാൻ കുറച്ച് മെലിഞ്ഞു. ഇഷ്ടം പോലെ ഫുഡ് കഴിച്ചിരുന്നെങ്കിലും ഈ ഒരു നേരമായപ്പോൾ വിശക്കാൻ തുടങ്ങി. കാരണം നമ്മൾ മുംബൈ ടു കൊച്ചിൻ എനിക്ക് ഫുഡ് വേണ്ടായിരുന്നു. അത്രയും ഫുഡ് നമ്മൾ മുന്നേ കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്ന ഉടനെ നമ്മളിതേ വെള്ളപ്പും ചിക്കൻ സ്റ്റൂ ആണ് കഴിച്ചത്. ഞങ്ങളങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തില്ല അച്ഛാ, 2-2.5 മണിക്കൂർ എടുത്ത് നമ്മളിപ്പോൾ കുറ്റിപ്പുറത്തിയിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റിൽ വളാഞ്ചേരി എത്തുമായിരിക്കും. 10 വേണ്ട, അതിനുള്ള വളാഞ്ചേരി എത്തുമായിരിക്കും. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറേ റോഡ് പണി നടക്കുകൊണ്ട് അത്യാവശ്യം കുലുങ്ങിയും ഒടിഞ്ഞും മടങ്ങിയൊക്കെയാണ് ഇങ്ങോട്ട് എത്തിയത്. വീട്ടിൽ ഇനി പോവാം. ഞാൻ വളാഞ്ചേരി കാണാൻ കുറച്ച് എക്സൈറ്റഡ്. ഇവിടെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അത്യാവശ്യം എനിക്ക് ഉറങ്ങാനായിട്ടൊന്നും പറ്റിയില്ല. നല്ല ടയർഡായിട്ട് ഞാൻ ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. അമ്മ പക്ഷെ കാര്യമായിട്ട് ആലോചിക്കുന്നത് ലഞ്ച് എന്ത് ചെയ്യുന്നുള്ളതാണ്. കാരണം അമ്മയും അച്ഛനും രാവിലെ വന്നുകൊണ്ട് വീട്ടിലൊന്നും കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ ബിരിയാണി വാങ്ങിയിട്ടുണ്ടോ വീട്ടിൽ പോണേ. ഇന്നത്തെ എൻ്റെ കാര്യം ഗംഭീരമാണ്. രാവിലെ വെള്ളപ്പം ചിക്കൻ കറി, ഉച്ചയ്ക്ക് ബിരിയാണി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെ യാത്ര ചെയ്ത് നമ്മുടെ വളാഞ്ചേരി ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ വളാഞ്ചേരിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം കാറ്റ് എനിക്ക് വീശാനുണ്ട്. അതിലൊരു ഭയങ്കര എനർജി ഫീൽ ചെയ്യും. നമ്മൾ വളർന്ന സ്ഥലത്ത് നമ്മൾ വന്നു കഴിഞ്ഞ് വീണ്ടും അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇമോഷൻ ഉണ്ടായിരിക്കില്ലേ. അതൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജി ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് പോയിട്ട് 1 കൊല്ലമായി 1.5 കൊല്ലമായി അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ പോയി വന്നു എന്നുള്ളൊരു ഫീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ നേരത്തെ കണ്ടതാണ് എൻ്റെ തറവാട്. അവിടെയാണ് അമ്മമ്മയും വല്യച്ഛനും ഉള്ളത്. ഇതാണ് എൻ്റെ വീട് ഐശ്വര്യം. കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ഒരു ഷോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ല ചെടികളുണ്ട് കേട്ടോ. അമ്മയ്ക്കും അച്ഛനും ചെടികൾ നോക്കാനും ശുശ്രൂഷിക്കാനും വളർത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേ വീട്ടിലെത്തിയപ്പോഴൊക്കെ ബെയിലിപ്പിന് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ ഓർമ്മയുണ്ടായിരിക്കും ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കേട്ടോ. ഇവർ അത്ര പെട്ടെന്നൊന്നും ആൾക്കാരെ മറക്കില്ല എന്ന് പറയില്ലേ, അതേപോലെ തന്നെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. ബെയിലിക്ക് പൊതുവേ ആൺപിള്ളേരെയാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഭയങ്കര മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഓർമ്മയുണ്ട്, വന്നതല്ലേ ഇവിടെ വേണമെങ്കിൽ കുറച്ച് ദിവസം നിന്നു എന്നുള്ള ഭാവമാണ് ബെയിലി എനിക്ക് തന്നത്. ബെയിലിനെ ആക്ച്വലി വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈം ഇവിടെ വിട്ടയക്കുമായിരുന്നു കേട്ടോ. കാരണം ബെയിലിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ഈ ഏരിയ എല്ലാം. പക്ഷേ ബെയിലി ഒരു ബോയ് ഫ്രണ്ട് ഒപ്പിച്ചു, അതും ഒരു നാടനായ. ബെയിലിക്ക് പ്രോപ്പർ ഇഞ്ചക്ഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ബെയിലിയുടെ ബോയ് ഫ്രണ്ടിന് എല്ലാം പ്രോപ്പറായിട്ട് എടുക്കാൻ ആരും ഉണ്ടായിരിക്കില്ലല്ലോ. കാരണം പുള്ളിക്കാരൊരു നാടനായയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബെയിലിനെ ഇങ്ങനെ എന്താ പറയുക അധികം റെസ്ട്രിക്റ്റഡ് ആയിട്ട് വെക്കുന്നത്.
പക്ഷെ അമ്മ പറയുന്നത് ഇപ്പോൾ പുള്ളിക്കാരിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് വല്ലാതെ വിളിച്ച് വരുത്താറില്ല എന്നുള്ളതാണ്. എന്തായാലും ഞാൻ എൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി റൂമിൽ സെറ്റ് ചെയ്ത് വെക്കട്ടെ. ഞാൻ ഇനി ഒന്ന് കുളിച്ച് റെഡിയായിട്ട് തറവാട്ടിൽ പോകണം. അമ്മമ്മേനെയും വെളിച്ചനെയും ഒക്കെ ഒന്ന് കാണണം. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുളിച്ച് വൃത്തിയതിന് ശേഷം എവിടെയെങ്കിലും പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ല ഹെവി ആയിരുന്നു പെട്ടി, അതുകൊണ്ട് ഇതെല്ലാം വീണ്ടും എടുത്ത് വെക്കൽ നല്ല ടാസ്ക് ആയിരുന്നു. അച്ഛന് ചെറിയൊരു ഡിസ്കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ട് അച്ഛനും അങ്ങനെ കാര്യമായിട്ട് വെയിറ്റ് ഒന്നും അധികം എടുക്കാറില്ല. എന്തായാലും ഇതെല്ലാം നമുക്കൊന്നിനി അകത്ത് കൊണ്ടുപോയി വെക്കാം. പറയുമ്പോൾ വിചാരിക്കും തമാശയാണെന്ന്, പക്ഷേ ബെയിലിക്ക് അറിയാൻ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എൻ്റെ പെട്ടിയിൽ കയറി മറിയുക, മണത്ത് നോക്കുക എന്നുള്ളതൊക്കെ പുള്ളിക്കാരുടെ ഒരു ചടങ്ങാണ്. ഇതാണ് കേട്ടോ എൻ്റെ റൂം. ഈ കാണുന്ന ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ ചെയ്തതാണ്. ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലം ബൈജൂസിന് വന്നതിന് ശേഷം ഒരു പണിയില്ലാതിരുന്നപ്പോൾ ഫുൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റൂമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റൂമിനോട് എനിക്കൊരു പ്രത്യേക ഇമോഷനുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞ് ഈ റൂമിൽ കയറി കഴിഞ്ഞാലാണ് എനിക്ക് മൊത്തമായിട്ട് വീട്ടിൽ വന്നൊരു ഫീൽ കിട്ടുക. ജസ്റ്റ് വന്നു, വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉറക്കം ഒട്ടും ശരിയായിട്ടില്ല, ഭയങ്കര ടയർഡാണ്. അപ്പോൾ ഒന്ന് കുളിച്ച് ഫുഡ് കഴിച്ച് ഞാനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് സമാധാനപരമായി കുളിച്ചിട്ട് പറയാം. നാട്ടിൽ വന്നിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഒന്ന് കുളിച്ചൊക്കെ റെഡി ആയതിന് ശേഷം നമുക്ക് പറയാം. ഇല്ലെങ്കിൽ ഇത്ര ടയർഡായിട്ട് വർത്താനം പറഞ്ഞാലേ അത്ര സീരിയസ് കാര്യങ്ങൾ അത്ര നന്നാവില്ല. അപ്പോൾ ഒന്ന് കുളിച്ചൊക്കെ റെഡി ആയതിന് ശേഷം നമുക്ക് കാണാം. ഇവിടെ ഒരു പൂങ്കാവനാക്കി വെച്ചിട്ടുണ്ടല്ലോ അമ്മ അച്ഛനും കൂടെ, കണ്ടോ? നടക്കാൻ വയ്യ, അത്രയും ചെടികളാണ്. അധികം വിശപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെറുതായി ബിരിയാണി ഒന്ന് കഴിച്ചു എന്ന് വരും. സമയം വൈകുന്നേരം 6 മണിയായിട്ടോ. പ്രീതമേമ്മയും ദീമേമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്ന അത്ര ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ അമ്മമ്മയ്ക്ക് പ്രായമായതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അമ്മമ്മേനെ അതുകൊണ്ട് ഞാൻ വ്ളോഗിലൊട്ടും കാണിക്കുന്നില്ല. കാരണം എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും ഒക്കെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അമ്മമ്മയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കട്ടെ, വേറൊരു വേർഷൻ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ വന്ന് അമ്മമ്മ അടുത്ത് പോയി, അമ്മമ്മ അടുത്തായിരുന്നു ഞാൻ കുറച്ച് നേരം. ഞാൻ അവിടെ അമ്മമ്മയുടെ ഒപ്പം കുറച്ച് നേരം കിടന്ന് ഉറങ്ങി തിരിച്ച് വന്നു. അപ്പോൾ നമ്മളൊരു 1.5 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേ നമ്മൾ ഒറ്റയടിക്കലുള്ള വയ്യായ മുഴുവൻ കാണാം. അപ്പോൾ അതിൽ തകർന്നു പോകും നമ്മൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ അവസ്ഥയിൽ കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. പ്രീതമേമയും ദീമേമയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് നേരം മുന്നേ. അവരൊക്കെ ഉണ്ട് അവിടെ. മൊത്തത്തിൽ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. അതുകൊണ്ടാണ് നാട്ടിലോട്ട് വരുന്ന വീഡിയോ ഒരു ഭയങ്കര വീഡിയോ ആയി ആർത്തുല്ലസിച്ച് ഞാൻ എടുക്കാതിരുന്നത്. കാരണം എല്ലാവർക്കും അതിൻ്റെ ചെറിയ ചെറിയ വിഷമങ്ങളുണ്ട്. ചെറിയ വിഷമമല്ല, വലിയ വിഷമമുണ്ട്. അമ്മമ്മ നമ്മുടെ അത്രയും ഓൾ ഇൻ ഓൾ ഇൻ ആൻഡ് ഔട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ. അപ്പം അമ്മമ്മ വയ്യാതെ ആയതിൻ്റെ പ്രായമാകുമ്പോൾ എല്ലാവർക്കും വയ്യാതെ വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെ വിഷമം വീട്ടിലെ എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അധികം പറഞ്ഞ് വലുതാക്കി വലിച്ചു നീട്ടുന്നില്ല, ഇവിടെ നിർത്തുകയാണ്. നമുക്ക് നാളെ വിഷ്ണുവിൻ്റെ പേരൻസിനെയൊക്കെ പോയി കാണണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാട്ടിൽ തന്നെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.